ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 77-ാമത്തെ സങ്കീർത്തനം വായിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചല്ലോ. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് നമുക്കിന്ന് വായിക്കാനായിട്ട് കഴിഞ്ഞത്. ആ സങ്കീർത്തനത്തിലൂടെയുള്ള ചില ചിന്തകളെ ഇന്ന് ധ്യാനമായി ഒന്ന് ചിന്തിച്ച് പറഞ്ഞ് പെട്ടെന്ന് നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അത്ര ശ്രേഷ്ഠമായ സങ്കീർത്തനം അല്ലെങ്കിലും അതിലെ ചില വാക്യങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ, അത് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്ന. പക്ഷെ ആ സങ്കീർത്തനത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ അല്പം പ്രയാസം തോന്നുന്ന ഒരു സങ്കീർത്തനമാണ്. എന്താണ് ഈ സങ്കീർത്തനത്തിന്റെ ഇതിവൃത്തം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഭക്തനായ ആസാഫിനെ സംബന്ധിച്ച് പറയാനുള്ളത്, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു മനുഷ്യനാണ് ആസാഫ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ ഹൃദയാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. 73 സങ്കീർത്തനത്തിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഹൃദയസ്പർശിയായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മളെപ്പോലെയുള്ള ചില അനുഭവങ്ങൾ തന്റെ ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സംഭവിച്ച കാര്യം, വളരെ നിരാശയോടെ, വളരെ ദുഃഖത്തോടുകൂടെ, വളരെ പരിതാപത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാവാചകമായിട്ട് ചിലത് കാണുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭക്തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലൊന്നും കാണാൻ കഴിയാതെ വന്നപ്പോൾ വളരെ സംശയവും വളരെ ഭാരവും നിരാശയും വന്നിട്ട് ഈ ഭക്തൻ കരയുന്ന അനുഭവങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭക്തൻ ഏതാണ്ട് 7 ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. 7 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ 6 ചോദ്യങ്ങളും നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നിരാശയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്. അത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതിന്റെ 7-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ച്. 1-ാമത്തെ ചോദ്യം, കർത്താവ് എന്നേക്കും തള്ളിക്കളയോ? അല്പനേരത്തേക്കല്ല, എന്നെ സദാകാലത്തേക്ക് തള്ളിക്കളഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് 2-ാമത്തെ ചോദ്യം, പണ്ട് എനിക്ക് അനുകൂലമായിരുന്നു, ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ഈ കഷ്ടത വന്ന സമയത്ത്, ഈ പ്രതിസന്ധി വന്ന സമയത്ത് ദൈവം എനിക്ക് അനുകൂലമല്ല എന്ന് തോന്നുക. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയേണ്ടവരാ. എന്നാൽ ഇപ്പോൾ ഭക്തന് തോന്നുക ഇതൊക്കെ അറിയുന്ന ആളാ, പക്ഷെ പ്രശ്നം വന്നപ്പോ തോന്നുക ദൈവം അനുകൂലം അല്ലാതിരിക്കുക. എല്ലാ കാലവും ഇങ്ങനെ അനുകൂലം അല്ലാതിരിക്കുകയോ, കുറച്ചു കാലം മാത്രമാണോ, താൽക്കാലികമായിട്ടാണോ എന്നൊരു ചോദ്യം നമുക്കും വന്നതുപോലെ ഹൃദയത്തിൽ വന്നത്. പരസ്യമായി ഇദ്ദേഹം പറയുന്നത് മാത്രമേ ഉള്ളൂ, നമ്മൾ പരസ്യമായി പറയാറില്ല. ഒതുക്കി വെക്കുന്ന ഹൃദയത്തിലെ ഭാരമാണ്. അടുത്തത്, സദാകാലത്തേക്കും ദയൊന്നും കാണാനില്ലേ? കർത്താവ് ദയ എന്നോട് കാണിക്കുന്നേ ഇല്ല, എന്റെ കുടുംബത്തോട് കാണിക്കുന്നില്ല, എന്റെ തലമുറയോട് കാണിക്കുന്നില്ല. അതൊക്കെ സദാകാലത്തേക്ക് പോയോ? ഇനി അങ്ങനെ ഒരു വിഷയം ഇല്ലേ? അത് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ ഭക്തന്മാരുടെ അനുഭവമായിരുന്നു, എന്റെ ജീവിതത്തിൽ പഴയ അനുഭവമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. അതാണ് 3-ാമത്തെ ചോദ്യം. 4-ാമത്തെ ചോദ്യം, തലമുറയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല. ഈ വാഗ്ദാനമൊക്കെ ഇല്ലാതെ പോയോ? ഒന്നും നടക്കുന്നില്ല, ഒരു വാഗ്ദാനവും നടക്കുന്നില്ല. ഇതൊക്കെ പോയോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അടുത്തത്, ദൈവം കൃപ കാണിപ്പാൻ മറന്നുപോയോ? കൃപയൊന്നും കാണിക്കുന്നില്ലല്ലോ, ദൈവം നിന്റെ കൃപ കാണിക്കാത്തതെന്നാണ് അടുത്ത ചോദ്യം. അടുത്തത്, കോപം വന്നിട്ട് കർത്താവ് കരുണ അടച്ചു കളഞ്ഞതാണോ? 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ 6 ചോദ്യങ്ങള് പ്രതിസന്ധി വന്നാൽ ഭക്തന്മാരൊക്കെ ചോദിക്കാറുണ്ട്. ഉടനടി മറുപടി കിട്ടിയില്ലെങ്കിൽ, ഉടനടി ആശ്വാസം കിട്ടിയില്ലെങ്കിൽ, അല്പം ഗ്യാപ്പ് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, സമാധാനം കിട്ടുന്നില്ല, സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ 6 ചോദ്യങ്ങളും ചോദിക്കും. അതിനുശേഷം ഈ ഭക്തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ മാറ്റം സംഭവിക്കുന്നത് വേറൊന്നുമല്ല. ആ ഭക്തൻ ചിന്തിക്കുകയാണ്, ഇതിന് പരിഹാരം എന്താണെന്ന് ചിന്തിച്ചപ്പോൾ കണ്ടെത്തിയതെന്നറിയോ? പഴയ കാലത്തെ കുറിച്ചൊന്ന് ഓർക്കാൻ തീരുമാനിച്ചു. ദൈവം പണ്ട് പ്രവർത്തിച്ച വിധങ്ങളെ കുറിച്ചൊന്ന് ധ്യാനിക്കാനായിട്ട് തീരുമാനിച്ചു. ആ പഴയ വിധങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പോ മനുഷ്യനെ സന്തോഷം കൊണ്ട് തുള്ളാൻ തുടങ്ങി. അവന് ജീവിതം മാറി, ഈ നിരാശയൊക്കെ വിട്ടുപോയി. കാരണം ദൈവം നടത്തിയത്, ഇസ്രായേൽ മക്കളെ നടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ ധ്യാനിച്ചു. അത് ഒറ്റവാചകത്തിൽ സംക്ഷിപ്തമായി പറയുന്ന വാക്യമാണ് അവസാന വാക്യം. എങ്ങനെയാ അതൊന്ന് വായിക്കാം? ഏറ്റവും അവസാനത്തെ വാക്യം, അവസാനത്തെ വാക്യം അല്ലല്ല, 20-ാമത്തെ വാക്യം, മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരാട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. 20-ാമത്തെ വാക്യം അതാ പറയുന്നത്. ഇതെല്ലാം കൂടി ധ്യാനിച്ചപ്പോൾ മനസ്സിലായി, അത് ഞാൻ അവസാനം പറയാം. ഒരാട്ടിൻകൂട്ടത്തെ പോലെ നടത്തിയ ദൈവമാണ് എന്റെ ദൈവം. അതിനൊരു ആശയം കിട്ടിയോ എന്ന് പറഞ്ഞാൽ പറയും, എനിക്കൊരു ഇടയനുണ്ട്. ഇത്രയുള്ള ഈ സങ്കീർത്തനം. അങ്ങനെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വന്ന് ബുദ്ധി തെളിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 7-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പറഞ്ഞത്. അതാണ് 13-ാമത്തെ വാക്യത്തിൽ. ആ 7-ാമത്തെ ചോദ്യം 13-ാമത്തെ വാക്യത്തിൽ പറയാ, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. അയ്യോ, എനിക്ക് കുറെ ചോദ്യങ്ങളൊക്കെ വന്നെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെ ആരുമില്ല. എന്നെ നടത്താൻ, എന്നെ പ്രതിസന്ധി പരിഹരിച്ച്, വഴി തെളിയിച്ച്,
വെള്ളം വേണ്ട സമയത്ത് വെള്ളവും, ഭക്ഷണം വേണ്ട സമയത്ത് ഭക്ഷണവും, തണല് വേണ്ട സമയത്ത് തണലും, ഹല്ലേലൂയ, കൂട്ട് വേണ്ട സമയത്ത് കൂട്ടും കൂട്ടായ്മയൊക്കെ തന്ന് ശരീരത്തെ ബലപ്പെടുത്തി ആരോഗ്യം തന്ന് നടത്താൻ കഴിയുന്ന നമ്മുടെ ദൈവത്തെ പോലെ ഒരു വലിയ ദൈവമുണ്ടോ? മരുഭൂമിയിലൂടെ ഒരു കൃഷിയും ചെയ്യാത്ത ഒരു സമൂഹത്തെ, ഏകദേശം 25 ലക്ഷം വരുന്ന ജനസമൂഹത്തെ പട്ടിണി കൂടാതെ 40 വർഷം പോറ്റിയ ദൈവത്തെ പോലെ വലിയ ദൈവം ആളുള്ളൂ. ഇത് ചിന്തിച്ചപ്പോഴാണ് നന്ദിയോടെ നിറഞ്ഞത്. സങ്കീർത്തനം കഴിഞ്ഞു, ഇത്രയും ധ്യാനിക്കാനുണ്ട്. എന്നാൽ ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല. എനിക്ക് 2 ചിന്തയും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല. കാരണം ഇതിനപ്പുറത്ത് നമ്മൾ ഗ്രഹിക്കേണ്ട ചില ആത്മീയ മർമ്മങ്ങളുണ്ട്. കാരണം നമ്മൾ പുതിയ വിശ്വാസികളല്ല, പല പ്രാവശ്യം കേട്ടതാണ് ഈ സങ്കീർത്തനം, നമ്മൾ കേട്ടതാണ്. അപ്പൊ അതിന്റെ ആഴങ്ങളിൽ നിന്നൂടെ ഒരു ചിന്തയും കൂടെ എടുത്തില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ അതിലെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്യം 9ാമത്തെ വാക്യമാണ്. ഒരു ചോദ്യം ഞാൻ എടുത്ത് ചിന്തിക്കാൻ പോവുകയാണ്. ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നു. അടുത്തത്, അവൻ തന്റെ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നു. ദൈവം മറന്നുപോയോ? ദൈവം കരുണ അടച്ചു കളയുന്നു. എന്താ അങ്ങനെ ചോദ്യം വരാൻ കാരണം? ആ ചോദ്യം വരാൻ കാരണമുണ്ട്. ഭക്തൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സംശയം, എന്നിൽ എന്തോ കുറവുണ്ട്, എന്നെ ദൈവം ഉപേക്ഷിക്കത്തക്കവണ്ണം, തള്ളിക്കളയത്തക്കവണ്ണം എനിക്കെന്തോ അരുതായ്മയോ പോരായ്മയോ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം എന്നെ മറന്നു കളഞ്ഞത്. എന്നെ തന്റെ കോപത്തിന് കാരണം, തനിക്ക് കോപം ജ്വലിച്ചിരിക്കുക, എന്റെ ജീവിത രീതി ശരിയില്ല എന്ന് തോന്നിയിട്ട് എന്നോട് മനസ്സിലുമൊക്കെ കളഞ്ഞ് ആ കോപം ജ്വലിച്ച് എന്നെ മറന്നു കളഞ്ഞോ എന്നാ ചോദിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരു ഉത്തരവുണ്ട്. അബ്രഹാമിന്റെ വീട്ടിൽ ദാസിയായിരുന്ന ഹാഗാർ, അവൾ പ്രസവിച്ചു ഒരു മകന്, ഇസ്മായേല്. ആ മകൻ വീട്ടിൽ വളർന്നപ്പോ, അവൻ പരിഹാസി എന്ന് കണ്ടപ്പോ, പ്രശ്നമായി വന്നപ്പോ അവളെയും മകനെ പുറത്താക്കി കളയാൻ പറഞ്ഞു. അങ്ങനെ അവളെ പുറത്താക്കി കളഞ്ഞു. അവര് പോയി മരുഭൂമിയിൽ പോയി. ദൈവം തള്ളിക്കളഞ്ഞു എന്ന് തോന്നുക. ഒരു തുള്ളി വെള്ളമില്ലാതെ നിലവിളിക്കുക. അടുത്ത നിമിഷം മകൻ മരിക്കുമെന്ന് പറയുക. ഈ പരിഹാസിക്ക് വേണ്ടി ദൈവം കരുണ കാണിക്കുമോ? അത് കരുണ അടച്ചു കളഞ്ഞോ? പണ്ട് ദൂതനെ തിരിച്ചു വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഹാഗാറിനെ ഇപ്പൊ ഒരു ദൂതനം വരുന്ന കാണാനില്ല. കരുണ അടച്ചു കളഞ്ഞെന്ന് തോന്നുക. ദൈവം മറന്നു കളഞ്ഞു ആ സ്ത്രീക്ക് തോന്നുകയാ, ആ മിസ്രൈമിന്റെ ദാസിക്ക് തോന്നുക. ഈ അബ്രഹാമിന്റെ ദൈവം പോലത്തെ വലിയ ദൈവം വേറെ ആരുമില്ലെന്ന് ചിന്തിച്ച അവൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ ദൈവശബ്ദം കേൾക്കാനില്ല, സഹായത്തിന് ആരും വരുന്നത് കാണാനില്ല. തന്നു വിട്ട തുരുത്തിയിലെ വെള്ളവും അടയും എല്ലാം തീർന്നല്ലേ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. 5ഉം 6ഉം 7ഉം ഒക്കെ ചോദ്യങ്ങൾ വരാൻ കാരണം മറ്റൊന്നുമല്ല, പ്രതിസന്ധിയുടെ ആ വലിയ കയത്തിൽപ്പെട്ട് ഉഴലുമ്പോഴാണ് നമുക്ക് ഈ ഭാരങ്ങളും ചോദ്യങ്ങളും വരുന്നത്. എനിക്ക് പറയാനുള്ള മറുപടി എന്നറിയോ? ദൈവം മറന്നു കളഞ്ഞില്ല. ദൈവം മറന്നു കളഞ്ഞില്ല. ബാലന്റെ നിലവിളി യഹോവ കേട്ടു. അവന് വേണ്ടി ഒരു നീരുറവ തുറന്നു കൊടുത്തെങ്കിൽ, ദൈവമക്കളെ, നമ്മെ സ്നേഹിച്ച് നമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, മറന്നു കളയില്ല, കരുണ അടച്ചു കളയില്ല. കരുണ വേണ്ട സമയത്ത്, ദയ കാണിക്കേണ്ട സമയത്ത് അവൻ നമുക്ക് വേണ്ടി ഉറവ തുറക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. ഗ്ലോറി 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 ഹല്ലേലൂയ. ആത്മനിമിഷം സ്തുതിച്ചാരാധിക്കണം. കർത്താവേ, എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ ദൈവം എന്നെ മറന്നു കളഞ്ഞിട്ടില്ല. കരുണ വേണ്ടുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്പം കണ്ണുനീർ ഒഴുക്കുമ്പോൾ വിളിച്ചു പറയാം, എന്റെ ദൈവം കരുണ അടച്ചു കളയാതെ ഉറവ തുറക്കുന്നവനാ, ഉറവ തുറക്കുന്നവനാ. ഇനി ഞാനൊന്ന് പറയാം. ഭക്തനായ ഒരു മനുഷ്യൻ ശ്രേഷ്ഠമായ കരങ്ങളിലൂടെ വഹിക്കപ്പെട്ട ആത്മാഭിഷേകത്തിന്റെ തീച്ചാലിയുമായി, ഓ ഹല്ലേലൂയ, ശത്രുഗണത്തെ വിറപ്പിച്ചു നടന്ന ഭക്തനായിരുന്ന മനുഷ്യനായിരുന്നു ശിംശോൻ. എത്ര സ്ട്രോങ് ആയിരുന്നു! എന്നാൽ ജീവിതത്തിൽ ഒരു അപജയം സംഭവിച്ചു, ഒരു പരാജയം സംഭവിച്ചു. തന്റെ ശക്തി ശത്രുവിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോ ശത്രു അത് അപഹരിച്ചു കൊണ്ടുപോയി. ശത്രുവിന് അറിയില്ല നമ്മിൽ പകർന്ന കൃപ എവിടെയാ, എന്താ, ഏതാ എന്നും ഒന്നും ശത്രുവിന് അറിയില്ല. നാം അറിയാതെ വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാ. പറയേണ്ടടുത്ത് മാത്രമേ പറയാവൂ, പറയേണ്ടടുത്ത് പറയാതെ നിന്നില്ലെങ്കിൽ പ്രശ്നമാ. എന്താ സംഭവിച്ചത്? തന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. തന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു. ശ്രേഷ്ഠനായ ആ ദൈവവൃത്യൻ ഇപ്പോൾ ഒരു ശേഷ മനുഷ്യനായി മാറി. തന്റെ ശ്രേഷ്ഠതയെല്ലാം നഷ്ടപ്പെട്ടു, ശേഷ മനുഷ്യനായി മാറി. ഇപ്പോൾ മാവ് പൊടിക്കുന്നവനായി, കുരുടനായി, ദാഗോന്റെ ക്ഷേത്രത്തിൽ ഒരു കളിപ്പാവയായി മാറിയിരിക്കുന്നു. സിറ്റുവേഷൻ പറയുമ്പോൾ ഈ പറയുന്ന ചോദ്യം തന്നെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കും, കർത്താവേ, കരുണ അടച്ചു കളയുമോ, എന്നെ മറന്നു കളഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട്. ആ ഉത്സവം നടക്കുന്ന ദിവസം
ആ മനുഷ്യനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എന്നെ ഒരിക്കൽ കൂടെ ശക്തിപ്പെടുത്തണമേ, എന്നെ ഒരിക്കൽ കൂടെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോ തന്റെ കരുണ അടച്ചു കളഞ്ഞില്ല. അവന്റെ അപേക്ഷ പ്രകാരം അവനെ ശക്തി പകർന്നപ്പോൾ, ദാവീദിന്റെ ക്ഷേത്രത്തിലെ തൂണുകളെ ഒന്ന് വരിഞ്ഞമർന്ന് ഒന്ന് കയറി പിടിച്ച് ഒന്ന് കുലുക്കിയപ്പോൾ അതിനെ തകിടം മറിക്കുവാൻ, ആ അന്ധകാര ശക്തിയെ തച്ചുടയ്ക്കുവാൻ, തന്റെ ജീവിതകാലത്ത് കൊന്നതിനേക്കാളും അധികമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന തന്റെ വലിയ ശക്തി തന്നിലേക്ക് പ്രവഹിച്ചിരിക്കും. ഞാൻ വിളിച്ചു പറയട്ടെ, ജീവിതത്തിൽ എത്ര പരാജയം വന്നാലും, നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയം വന്നാലും നമ്മൾ നിരാശപ്പെടരുത്. നാം സേവിക്കുന്ന ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഇനി ആ ദൂത് പറയാൻ പോകുന്നു. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുക. ഇനി പറയാൻ പോകുന്ന ദൂതാണ് ശ്രദ്ധിക്കേണ്ടത്. ജീവിതകാലത്ത് മറന്നു പോകാതെ ഓർക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ വെച്ചെടുക്കാം. 4 പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവകൃപയെ വന്നിട്ടും ദൈവമക്കൾക്ക് പലപ്പോഴും സംശയം വരും. പാപമൊക്കെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചതൊക്കെ ശരിയാണ്, ദൈവം എന്റെ പാപമൊക്കെ ക്ഷമിച്ചില്ലേ? അതോ ഞാൻ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ എന്റെ ചെറുപ്രായത്തിലെയും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏറ്റുപറഞ്ഞൊക്കെ പ്രാർത്ഥിച്ചതൊക്കെ ഉണ്ട്, കർത്താവ് ക്ഷമിച്ചോ ഇല്ലയെന്നൊക്കെ ചോദിച്ചു. ഒരു സംശയം വന്ന് കയറും. ഈ സംശയം വന്ന് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മുടെ നല്ല മനസ്സാക്ഷി എങ്ങ് പോകും. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നത്, പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. 10ാമത്തെ അധ്യായത്തിലേക്ക് വന്നാണ്. എബ്രായ ലേഖനം 10ാമത്തെ അധ്യായം, അതിന്റെ 22ാമത്തെ വാക്യം പറയുന്നത്, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തെളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ സംശയത്തിന്റെ ഒരു ചിന്ത വന്നാൽ, ഈ 6 ചോദ്യങ്ങൾ വന്നതുപോലെ നമ്മിൽ ഇതുപോലെ ചോദ്യങ്ങളെ ഉദിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മുടെ നല്ല മനസ്സാക്ഷി മാറിയിട്ട് ആ മനസ്സാക്ഷിയുടെ പേര് കർത്താവ് വിളിക്കുന്ന പേരെന്നറിയോ? ദുർമനസാക്ഷിയായിട്ട് മാറുക. നല്ല മനസ്സാക്ഷി പോയി, അതിൽ ദുർചിന്തകൾ വന്നിരിക്കുക. ദൈവത്തെക്കുറിച്ച് ഒരു സംശയം വന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. ദൈവത്തെക്കുറിച്ചുള്ള സംശയം ദൈവത്തിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ദൈവത്തെ, അവന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ വികലമായി പോകുന്നതാണ് നമ്മളെ പലപ്പോഴും നമ്മിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കണക്ഷൻ പോകുന്നതിന് കാരണം. ഇവിടെ പറയാ, ഇങ്ങനെ ദുർമനസാക്ഷി വന്നാൽ അത് നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തെളിച്ച് ശുദ്ധീകരിച്ചത്. എന്താ? രക്തത്താൽ തെളിച്ച് നമ്മെ ശുദ്ധീകരിച്ചത്, നമ്മുടെ ഹൃദയങ്ങളിൽ തെളിച്ച് തന്നെ നമ്മെ ശുദ്ധീകരിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ പഴയതിനെ കുറിച്ച് ഇനി ചിന്തിക്കുകയും വേണ്ട, അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട. അതിന്റെ പേരിൽ ദൈവത്തിന് കോപം വരുമെന്നോ, ദൈവം മറന്നു കളയുമെന്നോ, ദൈവം ശിക്ഷിക്കുമെന്ന് ഓരോ ദൈവമക്കളും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ അത് ദുർമനസാക്ഷിയാണ്. എന്നിട്ട് എന്താ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അറിയോ? വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. ഇത് വിശ്വാസത്തോടെ പൂർണ്ണ നിശ്ചയമായിട്ട് മാറ്റണം. ഇതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കില്ല. പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ, ഒരു മനസ്സിലാക്കിയില്ല, ഹൃദയം ഒന്ന് മാറണം. പരമാർത്ഥ ഹൃദയത്തോടെ എന്റെ ദൈവം എന്നെ സ്നേഹിച്ചെന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാണ്. ആ കരുണ അടച്ചു കളയാൻ പറ്റുന്നതല്ല. ആ ദീർഘക്ഷമയുള്ള ദൈവമാണ്. ഇത് മനസ്സിലാക്കി ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. അപ്പൊ 23ാമത്തെ വാക്യം പറയുകയാണ്, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. ഇതാണ് നമ്മുടെ പ്രത്യാശ. എന്താ വാഗ്ദത്തം ചെയ്തതെന്ന് പറയുന്നത്? 17-18 വാക്യം വായിക്കണം. അവരുടെ പാപങ്ങളെയും അകത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ദൈവം അരുളി ചെയ്യുക. എന്താ വാഗ്ദത്തം? ഇതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. എന്റെ പാപങ്ങളെയും അകത്യങ്ങളെയും, ഞാൻ ഏറ്റുപറഞ്ഞ സകല പാപങ്ങളെയും അകത്യങ്ങളെയും ദൈവം ഇനി ഓർക്കയില്ല. അടുത്ത വാക്യം, എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇനി അതിനു വേണ്ടി ഒരു ഉപവാസം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതിനുവേണ്ടി ഒരു യാഗവും കഴിക്കണ്ട. അതിനുള്ള പരിഹാരമായി യാഗം കർത്താവ് നടത്തിയിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതാണ് ഒന്നാമത്തെ നമ്മുടെ ആത്മീയ ചിന്ത. മനസ്സിലാക്കണം, ഇത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഇത് മറന്നുപോയാൽ നമ്മളും ഇതുപോലെ തന്നെ ഭക്തന്മാര് പറ്റിയ, പഴയ നിയമ ഭക്തർക്ക് പറ്റിയതുപോലെയുള്ള ഒരു പരാജയം സംഭവിക്കും. ദൈവത്തെക്കുറിച്ച് സംശയിച്ച് നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിച്ച് നമ്മൾ നിരാശയിലേക്ക് പോയി ദുർമനസാക്ഷിയിലേക്ക് നമ്മൾ നീങ്ങുവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ചിന്ത ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ അവർക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. ഞാൻ അവർക്ക് നിത്യജീവന്, നമ്മൾ നിത്യജീവനിലേക്കാണ് വിളിച്ചത്. നിത്യജീവനിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുക. ഇനി പെട്ടെന്ന് ഒരബദ്ധം പറ്റി വിചാരിച്ച്, അല്ല ഒരല്പം പ്രയാസം എന്റെ ജീവിതത്തിൽ വന്നു, ഒരു നുണ ഞാൻ പറഞ്ഞു, ഞാൻ കോപിച്ചു,
ഞാൻ ദേഷ്യപ്പെട്ടു. അതോടുകൂടി ദൈവം നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന ആരും വിചാരിക്കരുത്. അവിടെ പറയാ, നീ നശിച്ചു പോകാതെ, അതിന് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ പറയാൻ പറ്റും, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടുന്ന അവസരങ്ങൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ ക്രിയ ചെയ്ത് പാപബോധവും തന്ന് നമ്മൾ ദൈവത്തോട് ദുർമനസാക്ഷി നീങ്ങുവാൻ വേണ്ടി വീണ്ടും ദൈവസന്നിധിയിൽ അപേക്ഷിക്കും. യേശുവിന്റെ രക്തം സകല പാപം നോക്കി നമ്മെ ശുദ്ധീകരിക്കും. ശുദ്ധീകരണത്തിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, നമ്മൾ നശിച്ചു പോകില്ല. നമ്മുടെ കണ്ണ് ഈ ഭൂമി വെച്ച് അടഞ്ഞു പോയാലും ശ്വാസം നിലച്ചു പോയാലും ഞാൻ പോകുന്നത് നിത്യജീവനിലേക്കാണെന്നുള്ള ഒരു ഉറപ്പ് ദൈവമക്കൾ പ്രാപിച്ചിരിക്കണം. ഇത് രണ്ടാമത്തെ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ പലപ്പോഴും മറന്നു പോകുമ്പോഴാണ് ഈ നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ വീഴുന്നത്. ഇബ്രാഹിം 13:5 പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. എവിടെ? പഴയ നിയമത്തിലേ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 31:6 പറഞ്ഞ കാര്യം എബ്രാഹിം എടുത്തു പറയുക. അന്നും ഇന്നും ദൈവത്തിന് മാറ്റമില്ല. ദൈവം ഒരാളെ തെരഞ്ഞെടുത്ത്, ദൈവം ഒരാളെ സ്നേഹിച്ച് തന്നോട് ചേർത്ത് വെച്ചാൽ അവരെ ആരും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ യൂദാസ് കള്ളനാന്നറിഞ്ഞിട്ടും അവനെ തള്ളിക്കളഞ്ഞില്ല, അവസാനം വരെ ഉപേക്ഷിച്ചില്ല. അവൻ ഓടിപ്പോയതല്ലാതെ അവനെ ഉപേക്ഷിക്കാൻ കർത്താവ് തയ്യാറായില്ല. കള്ളനാണെന്നറിയാം, പലപ്പോഴും മനസ്സെന്റെ കയ്യിലുണ്ടാവും, അത് കക്കുന്നവനാണ്, അതുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്ക്. എന്നിട്ടും അവനെ കൂടെ നിർത്തിയെങ്കിൽ അതിന്റെ പേരാ കർത്താവിന്റെ സ്നേഹം. നമ്മൾ മനുഷ്യ സ്നേഹം വെച്ചാ കണക്ക് കൂട്ടുന്നത്, അവിടെയാണ് പരാജയം. എന്നോട് ചെറിയൊരു വിഷമം കാണിച്ചാൽ, എന്നോട് വർത്താനം പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പിന്നെ നമ്മൾ അവരോട് മിണ്ടില്ല. അല്ല, ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മളെ ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞു നോക്കി, തീർന്നു. നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞു നടന്നിട്ടുള്ള പരസ്പരം കുറ്റം പറയാനുള്ളത്. അതിന് വേറെ ഒന്നുമില്ല. കാരണം ഈ കുറ്റപ്പെടുത്തുന്ന ആരാന്നറിയോ? പ്രതിയോഗി, ദുഷ്ടന്റെ ഒരു പദ്ധതിയാണ്. ആ ദുഷ്ടന്റെ പദ്ധതി നമ്മളിലൂടെ വ്യാപരിക്കുമ്പോൾ നമുക്കൊന്നും എല്ലാവരെയും കുറ്റം കാണാൻ തുടങ്ങും. എല്ലാവരും കുറ്റം കാണും. നമുക്കൊക്കെ കുറ്റവും പ്രതികൂലം പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, മോശയെ കുറിച്ച് പറഞ്ഞത് ആരാന്നറിയോ? കുറ്റം പറഞ്ഞറിയോ? സഹോദരനായ ആഗരോനും മിരിയാനും ഒക്കെ ചേർന്നാ പറയുന്നത്. അപ്പൊ മോശം മിണ്ടിയോ? മോശം മിണ്ടിയില്ല. മോശം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യം കിട്ടി. മിരിയാമിന് തള്ളിക്കളഞ്ഞോ? ഇതാ ദൈവമക്കളെ നമുക്കുള്ള പാഠം. നമ്മെ പറ്റി ആര് തിന്മ കളവായി പറഞ്ഞാലും, ഇല്ലാത്തതെല്ലാം പറഞ്ഞ് ദുഷിച്ച് പറഞ്ഞാലും നമ്മൾ ഓർക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അതുമൂലം എനിക്ക് ദുർമനസാക്ഷി വരരുത്. നമ്മൾ അതൊന്നും കേട്ടില്ല എന്ന് വിചാരിക്കണം. ആ കാര്യമൊക്കെ ദൈവം നിറവേറ്റിക്കൊള്ളു. നമുക്ക് ബോധ്യമുണ്ടായാൽ മതി. അവര് പറഞ്ഞ ആക്ഷേപങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇത് ശത്രുവിന്റെ ഒരു പദ്ധതിയാണ്. അവിടെ നമ്മൾ വേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതല്ലാതെ ഒരു കാരണവശാലും പിണങ്ങരുത്, അവരുമായി മിണ്ടാതിരിക്കരുത്. അതാണ് വേണ്ടുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം 1 കൊരിന്ത്യർ 10:13 വാക്യം നമുക്കറിയുന്ന വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരാം, പ്രതികൂലങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം. അതിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് ഞാൻ ഇന്നലെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതിന്റെ 10:13 വായിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രശ്നം വരുമ്പോ 6 ചോദ്യങ്ങളല്ല ചോദിക്കേണ്ടത്. ആ 7ാമത്തെ ചോദ്യം എല്ലാവരോടും പറയണം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമായിരുന്നു. എനിക്ക് ഈ പ്രതിസന്ധി വന്നാലും എനിക്ക് സഹിക്കാതെ മീത പരീക്ഷ വന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധി ഒന്നും സഹിക്കാതെ മീതിയല്ല. ഇതിലും എത്രയോ സഹിച്ച മനുഷ്യരുണ്ട്. അവരിൽ ഒരു അംശം മാത്രമേ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ, എന്റെ കുടുംബത്തിൽ വന്നിട്ടുള്ളൂ. എന്നാൽ അവരിലൊക്കെ ഒരു വ്യത്യാസം എനിക്കുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാമോ? എനിക്ക് സഹിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഇതിനൊരു പോക്കുവഴി ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ പോക്കുവഴി എനിക്ക് കാണണം. അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ പോക്കുവഴി എനിക്കത് കാണണമെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം വരുത്തുന്ന വഴി എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ദൈവത്തോട് സ്തുതിച്ചാരാച്ചാട്ടെ. ദൈവമേ, അങ്ങ് എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയിട്ടുണ്ട്. പിന്നെ എന്തിന് ഞാൻ നിരാശപ്പെടണം? ഇനി എന്തിന് ഞാൻ ഭാരപ്പെടണം? എന്റെ ഭാരങ്ങളും ക്ലേശങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവങ്ങളുടെ അനുഭവമായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം ഒന്നും കൂടെ പ്രാർത്ഥിക്കണം. എന്തിനാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്നറിയോ? ഈ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നിരാശ പോകും. കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിൽ ഉറക്കം കളയത്തക്ക രീതിയിൽ ചിന്തകൾ വിട്ട്, ഭാരമിട്ട്, ക്ലേശമിട്ട് നമ്മൾ ദുർമനസാക്ഷിയിലേക്ക് നീങ്ങിപ്പോയപ്പോ എന്റെ കർത്താവ് പറയാ, ഇന്ന് നീ അടുത്തു വരിക. എങ്ങനെ? പരമാർത്ഥ ഹൃദയത്തോടെ പ്രത്യാശയുടെ നല്ല സ്വീകാര്യം ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളൊന്ന് അടുത്തു വരിക.
അങ്ങനെയാണെങ്കിൽ 4-ാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. ആ സങ്കീർത്തനത്തിൽ അവസാന വാക്യം 20-ാം വാക്യം നമ്മൾ വായിച്ചതുപോലെ, മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു ചിന്തയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ സങ്കീർത്തനത്തിന്റെ ഹൃദയമാണ് ഈ ചിന്ത. ശരിയാണോ? 23-ാം സങ്കീർത്തനം അത് തന്നെയല്ലേ പറയുന്നത്. സങ്കീർത്തനത്തിന്റെ ഹൃദയം എന്താണെന്ന് ചോദിച്ചാൽ ഇതാ, നമ്മുടെ ദൈവത്തിന് നമ്മെ നയിക്കുന്നതിനെ കുറിച്ച് ഒരു ഉപമാനമായ രീതിയിൽ പറഞ്ഞാൽ, കാവ്യത്തിലെല്ലാം ഉപമകൾ വരും. അങ്ങനെയെങ്കിൽ കാവ്യഭംഗി വന്നത് ആ ശ്രേഷ്ഠമായ ഉപമയിലാണ്. ആ ശ്രേഷ്ഠമായ ഉപമ എന്താണെന്ന് ചോദിച്ചാൽ ആടും ഇടയനും തമ്മിലുള്ള ബന്ധമാണ്. ആടും ഇടയനും തമ്മിലുള്ള ബന്ധമാണ്. നമ്മെ ദൈവം നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുക. ഒരു ആട്, ആ ആടിനൊരു സന്തോഷമുണ്ട്. എന്താണെന്നറിയോ? മറ്റു മൃഗങ്ങൾക്ക് ഇല്ലാത്തൊരു സന്തോഷം. പുലിക്കും സിംഹവും ഒക്കെ കരുത്തന്മാരാന്നേ. അവര് പറയും എനിക്ക് കരുത്തുണ്ട്, ശക്തിയുണ്ട്, എനിക്ക് എല്ലാ മൃഗങ്ങളെക്കാളും ഓടാൻ കഴിവുണ്ടെന്നൊക്കെ പറയുമ്പോ ആട്ടുകുട്ടി പറയും എനിക്കിതൊന്നുമില്ല, പക്ഷെ എനിക്കൊന്നുണ്ട്, എനിക്കൊരു ഇടയനുണ്ടെന്ന് പറയും. മറ്റൊന്നും വേണ്ടതേ, കരുത്ത് വേണ്ട, ശക്തി വേണ്ട, ഇതൊന്നും വേണ്ട, എനിക്കൊരു ഇടയനുണ്ട്. അവനുണ്ടെങ്കിൽ എനിക്കെല്ലാം സാധ്യം. എനിക്കൊരു ഇടയനുണ്ടെങ്കിൽ എല്ലാം സാധ്യം. ഞാനൊന്നും പറയണ്ട, ഞാനൊന്നും പറയണ്ട. എന്റെ ഒരു നിലവിളിയുടെ ശബ്ദം മതി, എന്റെ ഞരക്കത്തിന് ശബ്ദം കേട്ടാൽ ഇതേ തിരിച്ചറിയും എനിക്ക് എന്ത് വേണം. തള്ളയാടുകളെ പതുക്കെ നടത്തി കുഞ്ഞാടുകളെ ചുമലിലേക്ക് നടക്കുവാൻ കഴിയുന്ന നല്ല ഇടയൻ, എന്നെ സ്നേഹിക്കുന്ന ഇടയൻ. ആ ഇടയന്റെ ഒരു പ്രത്യേകത, സാധാരണ ഇടയനെ പോലെ കവർച്ചക്കാരനും കള്ളക്കാരനൊന്നുമല്ല. അവൻ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകി സ്നേഹിക്കുന്ന ഇടയനാണ്. ആടിനെ ജീവനെ തന്നെ സ്നേഹിക്കുന്ന ഒരു ഇടയൻ എനിക്കുണ്ട്, ഒരു ഇടയൻ എനിക്കുണ്ട്. ആടുകളുടെ സ്വഭാവം പഠിച്ചാൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി പഠിക്കാനുണ്ട്. ഒന്ന്, ആടിന്റെ സ്വഭാവത്തിൽപ്പെട്ട പ്രശ്നം, ആടിന്റെ വയറ് നിറഞ്ഞില്ലെങ്കിൽ ആട് കിടക്കില്ല. ആടിന് നല്ല വയറ് നിറച്ച് ഭക്ഷണം കിട്ടും. അതുകൊണ്ടാണ് പച്ചയായ ഉൾപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. നിന്റെ ഭൗതികമായ ആവശ്യങ്ങളെല്ലാം എന്റെ ദൈവം നിറവോടെ തരും. എങ്ങനെ പറയുന്നത്? സകല ബുദ്ധിയും കവിയും ദിവ്യസമാധാനം തരുന്ന ദൈവമാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി തന്നാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്, ആള് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എപ്പോഴാണെന്നറിയോ? എന്തെങ്കിലും ശത്രുവിന്റെ ഒച്ച കേട്ടാൽ. ആട് കിടന്നുറങ്ങില്ല. എന്താ കാര്യം? ശത്രുവിന്റെ ഒച്ച കേട്ടാലും മതി, അല്ലെങ്കിൽ മേത്ത് വന്നിരിക്കുന്ന ചില ഈച്ചകളും പ്രാണികളും ഉണ്ടായാലും മതി. ഇതിനൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ സ്വസ്ഥതയോടെ ഉറങ്ങാൻ പറ്റുള്ളൂ. എന്റെ ദൈവം പറയുന്നത് എങ്ങനെയാണ്? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയോടെ വെള്ളത്തിനടിയത്തേക്ക് തന്നെ. ഇതാണ് ചിന്ത, ഇതാണ് സങ്കീർത്തനത്തിന്റെ ചിന്ത. ഏതാ? പച്ചയായ പുൽപ്പുറത്തെ കിടത്തുക എന്ന് പറഞ്ഞാൽ സമൃദ്ധിയിൽ തന്നെ നടത്തും. തിന്ന് ശേഷിപ്പിച്ചിട്ട് ആ പുല്ലി കിടക്കത്തക്ക വേണ്ടമുള്ള നല്ല പുൽപ്പുറങ്ങളില്ല അവൻ നമ്മെ നയിക്കുന്നത്. മറ്റൊന്ന് പറയാ, സ്വസ്ഥതയുടെ വെള്ളം തരിയാൻ പോവുക. പേടിക്കണ്ട, ഭയമില്ല. എനിക്കൊരു ഇടയനുണ്ടെങ്കിൽ, ഒന്ന്, ഇടയൻ വേണ്ടതെല്ലാം നൽകി തരും. രണ്ട്, ആ ഇടയൻ എന്റെ ഭയം മാറ്റിത്തരും. എനിക്കൊന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സ്തോത്രം. ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷപ്പെടാറായി. ഇന്ന് നമ്മൾ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടയനെ നേരിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയും, എന്റെ ജീവിതം മുഴുവൻ, ഇന്നേ വരെ നടത്തിയത് മുഴുവൻ ഒരു ആട്ടിൻകൂട്ടത്തെ നടത്തിയതുപോലെ ദൈവം ചില ദൈവദാസന്മാരെ നിയോഗിച്ചു വെച്ചു. അഹരോനെയും മോശയും പോലെ ചിലരെ നിയോഗിച്ച്, ചില ശുശ്രൂഷകന്മാരെ ദൈവം നിയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, ആത്മീകമായ ദൂതുകൾ നൽകി തന്ന് ഞങ്ങളെ നയിച്ചു, ഞങ്ങളെ നടത്തി. കർത്താവേ, അങ്ങ് ആടിന്റെ കൂട്ടത്തിൽ നടത്തിയ പോലെ ഞങ്ങൾ നടത്തുക. ഞങ്ങൾക്ക് സ്വസ്ഥത അനുഭവിക്കാൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് മെച്ചങ്ങൾ കിട്ടിയതാ. അങ്ങയുടെ ദൈവം എത്ര വലുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പറയും. നമ്മൾ ആ ഏഴാമത്തെ കാര്യം എല്ലാവരോടും വിളിച്ചു പറയാൻ പോവുകയാണ്. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരും. നിരാശയുടെ 6 ചോദ്യങ്ങൾ നമുക്ക് കുഴിച്ചുകൂടാം. എന്നിട്ട് പറയാം, എന്റെ ദൈവം മറന്നു കളയില്ല, എന്റെ ദൈവം ഉപേക്ഷിക്കില്ല. അവൻ മറന്നു കളയുന്നത് നമ്മുടെ പാപങ്ങളും അകത്യങ്ങളുമാണ്. അവന് നമ്മളെ ഓർക്കാതെ വണ്ണം വെക്കുന്നത്, നമ്മളെ അല്ല ഓർക്കാതെ വെക്കുന്നത്, നമ്മുടെ പാപങ്ങളെ അകത്യങ്ങളെ ഓർക്കാതെ അതിനെ മാറ്റിവെച്ച് നമ്മുടെ നീതിമാനെന്നും വിശുദ്ധനെന്നും വേണ്ടി തന്റെ സ്വന്തം മകനും വേണ്ടി നിത്യജീവനിലേക്ക് നമ്മെ നയിച്ച സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയോടെ, അപ്പാ അങ്ങയുടെ സ്നേഹം മതി എനിക്ക്, നിന്മകാ സ്നേഹം ശ്രേഷ്ഠമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കരുതുന്ന കർത്തന
നല്ലവൻ മതിയാ